Hey guys, ലോക ചാപ്റ്റർ 1 ചന്ദ്ര സിനിമ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ട് ഇത്രയും വർക്ക് ചെയ്തു നമുക്കൊന്ന് നോക്കിയാലോ. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. നമ്മൾ എല്ലാവരും ഐതിഹ്യമാലയിലുള്ള കഥകൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതൊന്നും റിപ്പീറ്റ് ചെയ്യാതെ ലോക ഒരു റീ ഇമാജിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഒരു മോഡേൺ സ്റ്റൈലിൽ, ഒരു സിനിമാറ്റിക് സ്കെയിലിൽ. അതാണ് ഓഡിയൻസിനെ ആദ്യം അട്രാക്ട് ചെയ്തത്. എല്ലാവരും എക്സൈറ്റ് ചെയ്തത് വെയ്ഫെയർ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. പുരാണ കഥാപാത്രങ്ങളെ പഴയ കാലത്ത് ഒതുക്കാതെ പുതിയ മോഡേൺ സ്റ്റൈലിലേക്ക് പ്ലേസ് ചെയ്യാനുള്ള ഒരു ശ്രമം. മിത്തും മോഡേൺ ലൈഫും ഒരുമിച്ച് ഒരു ഫ്രഷ് ക്യാൻവാസിലേക്ക് കൊണ്ടുവന്നു. കഥയുടെ ആണിക്കല്ല് ചന്ദ്ര. സാധാരണ ഫാന്റസി അല്ലെങ്കിൽ സൂപ്പർ ഹീറോ സിനിമകളിലുള്ള പോലെ കേന്ദ്ര കഥാപാത്രം ഇതിനകത്തൊരു മെയിലല്ല. ഇറ്റ്സ് എ ഫീമെയിൽ സെൻട്രിക് ഫിലിം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഫസ്റ്റ് സ്പെഷ്യാലിറ്റി എന്ന് പറയാം. ചന്ദ്രയെ ഒരു പാസീവ് ക്യാരക്ടർ ആക്കിയിട്ടേ ഇല്ല. ആ ക്യാരക്ടറിന് പവേഴ്സ് ഉണ്ട്, വൾണറബിലിറ്റീസ് ഉണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തെ റൈറ്റിങ്ങിന്റെ ബ്രില്യൻസ് എന്താന്ന് പറഞ്ഞാൽ, ചന്ദ്ര എന്ന് പറയുന്ന ആ ക്യാരക്ടർ, അവരുടെ ആ ഒരു ജീവിതം എങ്ങനെയാണ് പോയത്, ഇതെല്ലാം നമുക്കൊരു ചെറിയ രീതിയിൽ ഡീറ്റെയിലിംഗ് ചെയ്യാം. അത് പറഞ്ഞാൽ അത് ഒരുപാട് എസ്റ്റാബ്ലിഷ് ചെയ്ത് പറയുന്നൊന്നുമില്ല. എന്നാലും നമുക്ക് മനസ്സിലാവും അത് എത്ര പെയിൻഫുൾ ആയിരുന്നു, അവരുടെ യാത്ര എത്ര പെയിൻഫുൾ ആയിരുന്നു, എന്തായിരുന്നു അവർ ഇപ്പം സ്ഥലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നത്, ഇതെല്ലാം മനസ്സിലാവും. നമ്മൾ ഈ പറഞ്ഞ റൈറ്റിങ്ങും ഫിലിം മേക്കിങ്ങും എല്ലാം വർക്കായത് പെർഫോമൻസസിന്റെ ബലം കൊണ്ടാണ്. കല്യാണി പ്രിയദർശൻ വളരെ നന്നായിട്ട് തന്നെ ആ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കല്യാണി പ്രിയദർശൻ ചന്ദ്രയായിട്ട് വളരെ കൺവിൻസിങ്ങും പവർഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ചെയ്തത്. ഷീ എൻറ്റയർലി ക്യാരിഡ് ദ ഫിലിം വിത്ത് ഹർ. അതിന് ബാലൻസിങ് ആയിട്ട് നസ്ലിനും ചന്തുവും അരുൺകുര്യനും ഉണ്ടായിരുന്നു. അവരുടെ കോമിക് ടൈമിങ് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പൊ സീരിയസ് ആയിട്ടുള്ള ഒരു എലമെന്റും കോമിക് ടൈമിങ്ങും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ബാലൻസ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ക്രാഫ്റ്റ് ആൻഡ് വിഷ്വൽസ്, സിനിമയുടെ ടെക്നിക്കൽ സൈഡ്, അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമാറ്റോഗ്രഫി, ഫിലിം മേക്കിംഗ്, ഇതെല്ലാം അവരുടെ രീതിയിലുള്ള എഫേർട്സ് നല്ല രീതിയിൽ കൊണ്ടുവരികയും റിസൾട്ട് എടുക്കുകയും ചെയ്തുകൊണ്ടാണ് നമുക്കൊരു കംപ്ലീറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ലോക ചാപ്റ്റർ 1 നിന്ന് കിട്ടുന്നത്. ഡൊമിനിക് അരുണിന്റെ വിഷൻ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ആൻഡ് ഹൗ ശാന്തി ബാലകൃഷ്ണൻ ആൻഡ് ഡൊമിനിക് അരുൺ ഹാസ് ക്രിയേറ്റഡ് ദിസ് എൻറ്റയർ യൂണിവേഴ്സ്. അവരത് പേപ്പറിൽ എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന രീതി, ആ സ്ട്രോങ് സ്ക്രിപ്റ്റ്, അതാണിത് ഇത്രയും വർക്കൗട്ട് ആവാനുള്ള ഒരു മേജർ റീസൺ. ഡയറക്ടർ ഡൊമിനിക് അരുണിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു പറയേണ്ടതാണ്, ഒരു ഫീമെയിൽ സെൻട്രിക് ഫാന്റസി ഇമാജിൻ ചെയ്യാനും അത് കൺവിൻസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനും ഒരു നിസാര ധൈര്യമൊന്നും പോരാ. He has done it. He has proven that his vision and the filmmaking prowess he has. അതുപോലെ ദുൽഖർ സൽമാൻ ആസ് എ പ്രൊഡ്യൂസർ, അത് കമന്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാര്യം വളരെ വലിയ സിനിമകൾ, ഇത്രയും സ്കെയിലുള്ള സിനിമകൾ, ബഡ്ജറ്റ് കംപ്ലീറ്റ് ആക്ടർ സാലറീസിലെല്ലാം കൊടുത്ത് മിനിമൽ പ്രൊഡക്ഷൻ കോസ്റ്റിൽ പോകുന്ന സംഗതികൾ ഇത് കണ്ടുപഠിക്കണം. ഇവിടെ സിനിമയ്ക്ക് ആ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ബഡ്ജറ്റ് ഇതിനകത്തേക്ക് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ടും നല്ല രീതിയിൽ നമുക്ക് കാണാം. അപ്പൊ തന്നെ നമുക്ക് ആലോചിക്കാം, ഒരു സിനിമയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ വിഷനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് അല്ലേ നമ്മൾ ഇടേണ്ടത്. അല്ലാതെ ശരിയാണ്, സിനിമകൾക്ക് ആക്ടേഴ്സിന്റെ മാർക്കറ്റിംഗ് ബിസിനസ്സും എല്ലാം വേണം. പക്ഷെ ഒരു ഓവറോൾ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണ്ടേ. ദുൽഖറിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ആ ഒരു കൺവിക്ഷൻ ആണ് ഡയറക്ടറും ബാക്കി ടീമിനും മൊത്തം ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്. അവർക്ക് അതുകൊണ്ട് ഒരു ലിമിറ്റ് ഇല്ലാതെ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുന്നു. ഇനി അടുത്തത്, ഇത് കേറ്റർ ചെയ്യുന്ന ഓഡിയൻസ്, അതായത് നമ്മളെ പോലുള്ള പ്രേക്ഷകർ. നമുക്ക് ശരിക്കും പറഞ്ഞ ഈ കഥയൊന്നും, അതായത് ഈ മിത്തോളജി അല്ലെങ്കിൽ മിത്സ് ഒന്നും ഇവര് സ്പൂൺ ഫീഡ് ചെയ്യുന്നില്ല. നമുക്ക് കേട്ടറിവുള്ള, നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ ഇതിനകത്ത് ബേസിക്കലി പറഞ്ഞു പോവാണ്. വ്യൂവേഴ്സിന് ഇത് ആക്ച്വലി തന്നെ കണ്ട് തന്നെത്താനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു സംഗതി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഈ കഥകളൊക്കെ നമ്മൾ പണ്ട് എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് കണക്ട് ചെയ്തെടുക്കാൻ പറ്റി. ഇൻ സമ്മറി, ലോക എന്തുകൊണ്ട് വർക്ക് ചെയ്തു? കാരണം ഇത് നമുക്ക് മിത്തോളജിയും മോഡേൺ വേൾഡും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടി. ദാറ്റ് വാസ് ന്യൂ ഫോർ us. പെർഫോമൻസസ്, കല്യാണി, നസ്ലിൻ എല്ലാവരും തകർത്തഭിനയിച്ചിട്ടുണ്ട്. അവസാനം ഡൊമിനിക് അരുണിന്റെ വിഷൻ,
പ്രൊഡ്യൂസർ ദുൽഖർ സൽമാന്റെ ട്രസ്റ്റ്, ഒരു ഗുഡ് ക്വാളിറ്റി ടീം, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ കിട്ടിയേക്കുന്നത്. ആൻഡ് ഇറ്റ് ഡെഫിനറ്റ്ലി ഫീൽസ് ലൈക്ക് സംതിങ് ബിഗർ ഇസ് കമ്മിങ് ഫോർ മലയാളം സിനിമ.